മെസ്സിയുടെ അർജന്റീനയോ ലമാലിന്റെ സ്പെയിനോ ആര് തൂക്കും കപ്പ്? ഫുട്ബോളിന്റെ വിശ്വകിരീടം ആർക്കെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം. മെസ്സി മാജിക്കോ അതോ കൗമാര വിസ്മയമോ? ലോകം ഒരൊറ്റ ബോളിന്റെ സ്പന്ദനത്തിലേക്ക് ചുരുങ്ങുന്ന സമയത്തേക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും ഖിലാഫ് അഹമ്മദ് ചേരുകയാണ്. ഖിലാഫ്, ആദ്യമായി അർജന്റീനയെ സംബന്ധിച്ച് കഴിഞ്ഞ കളി കുറച്ചുകൂടി ഒരു ഫിസിക്കൽ ഗെയിമായിരുന്നു. ഇംഗ്ലണ്ടിനോടൊപ്പം കളിക്കുന്ന കളി കുറച്ചുകൂടി ടഫായിരുന്നു എന്ന് തന്നെ പറയാം. ഡീപ്പോൾ മാത്രമായിരിക്കും ഇന്ന് പുതിയതായി ഇറങ്ങാൻ പോകുക എന്നുകൂടി കരുതുകയാണ്. അതേസമയം സ്പെയിനിന്റെ ഭാഗത്തു നിന്നും വരുമ്പോൾ പഴയൊരു ഫോർമാറ്റിൽ തന്നെയായിരിക്കും കളിക്കുക. 4-3-2-1 എന്നുള്ളൊരു ഫോർമാറ്റിലായിരിക്കില്ലേ കളി ഉണ്ടാവുക? തീർച്ചയായും ലിനിഷ, നമുക്കറിയാവുന്നത് പോലെ തന്നെ വലിയ മാറ്റങ്ങൾക്കൊന്നും സ്പെയിൻ ഇന്ന് മുതിരില്ല. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അർജന്റീന നിരയെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് രണ്ട് മാറ്റങ്ങൾക്ക് സാധ്യതയുള്ളത്. അത് ഒന്ന് മോണ്ടിയലും അതേപോലെ തന്നെ മറ്റൊന്ന് ഡീപ്പോളും. ഇവർ രണ്ടുപേരും തമ്മിൽ തിരിച്ച് ഈ ഒരു ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്ലേയിങ് ലെവലിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോണ്ടിയലിന് പകരം മൊലീനയും അതേപോലെ തന്നെ ഡീപ്പോളും കളത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് സ്കലോണിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടാക്ടിക്കൽ ചേഞ്ചസ് മാത്രം വരാനാണ് സാധ്യത എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അത് ഗാസ്റ്റൻ എഡിയോൾ, അതായത് അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റൻ എഡിയോളാണ് ഈ ഒരു മാറ്റങ്ങൾ മാത്രമാണ് ഉണ്ടാവുക എന്ന് വിശ്വസനീയമായ ഒരു രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടേയിരിക്കുന്നത്. ഒപ്പം സ്പെയിൻ നിരയിൽ സംബന്ധിച്ചിടത്തോളം യുവനിരയാണ്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾക്കൊന്നും മുതിരില്ല. അവരുടെ കരുത്ത് എന്ന് പറയുന്നത് പ്രതിരോധ കോട്ട കെട്ടി ആ ഒരു മത്സരം വിജയിക്കുക എന്നതാണ്. അത് കഴിഞ്ഞ മത്സരത്തിൽ സെമിയിലടക്കം നമ്മൾ കണ്ടതാണ്. ഏകദേശം ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിനെ പിടിച്ചു കെട്ടുക എന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. എന്നാൽ സ്പെയിനിന് അത് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ആക്രമണ നിരയിൽ ഏറ്റവും പേരുകെട്ട എംബാപ്പെ, ഒലീസെ, ഡെംബലെ എന്നീ മൂന്ന് ത്രയത്തെ പിടിച്ചു കെട്ടാൻ സ്പെയിനിന് ആയി എന്നത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഒപ്പം ഈ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം ഒറ്റ ഗോൾ മാത്രമാണ് ഉനൈ സിമോൺ വഴങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്പെയിൻ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ യമാൽ ആദ്യ ലോകകപ്പാണ് കളിക്കുന്നത്. ആ ആദ്യ ലോകകപ്പിൽ തന്നെ കിരീടം ഉയർത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നത് മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന് യമാൽ പറഞ്ഞിരുന്നു. ഒപ്പം ഈ ഒരു ടൂർണമെന്റ് ഇല്ലെങ്കിൽ ഈ ഒരു ഫൈനൽ മാച്ചിന് തൊട്ട് മുമ്പ് തന്നെ അർജന്റീനയ്ക്കെതിരെ ഒരു ഒളിയമ്പ് സ്പെയിൻ ക്യാമ്പ് ഒന്നടങ്കം അറിയിച്ചിരുന്നു. അത് ഒന്ന് എന്ന് പറയുന്നത് ഐമറിക് ലപ്പോട്ടെ നടത്തിയ ഒരു പ്രതികരണമാണ്. അത് ഭയമേതുമില്ലാതെ കളിക്കണമെങ്കിൽ അല്ലെങ്കിൽ റഫറി തൻ്റെ ജോലി മികച്ച രീതിയിൽ ചെയ്താൽ മാത്രം തങ്ങൾക്ക് മികച്ച രീതിയിൽ ഭയമേതുമില്ലാതെ കളിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അർജന്റീനയ്ക്കെതിരായ ചില മത്സരങ്ങളിലെ റഫറിംഗ് തീരുമാനങ്ങളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു താരത്തിന്റെ പ്രതികരണം. അതേപോലെ തന്നെ പരിശീലകൻ പറഞ്ഞത്, ലൂയിസ് ഡി ലാ ഫുവന്റെ പറഞ്ഞത്, തങ്ങൾക്ക് അർജന്റീനയല്ല ഭയം, മറിച്ച് റഫറിയാണ് ഭയം എന്നായിരുന്നു ലൂയിസ് ഡി ലാ ഫുവന്റെയുടെ പ്രതികരണം. അർജന്റീന നിരയിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ എല്ലാ കരുത്തും ഇല്ലെങ്കിൽ തോളിലേറ്റിക്കൊണ്ടുപോകുന്നത് അവരുടെ ലിയോണൽ മെസ്സി തന്നെയാണ്. ഇപ്പോൾ ഗോൾഡൻ ബൂട്ടിൽ 2ാം സ്ഥാനത്താണ്. താരത്തിന് 8 ഗോളുകളാണ്. കഴിഞ്ഞ മത്സരത്തിൽ 3ാം സ്ഥാനക്കാരുടെ പട്ടികയിൽ അല്ലെങ്കിൽ 3ാം സ്ഥാനക്കാരുടെ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ 2 ഗോൾ നേടിക്കൊണ്ടായിരുന്നു എംബാപ്പെ ഒരു ഗോൾഡൻ ബൂട്ടിൽ മുന്നിലേക്ക് എത്തിയത്. ഇനി ആ ഒരു ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കണമെങ്കിൽ 2 ഗോളുകൾ നേടണം. ഒപ്പം തന്നെ 2 ഗോളുകൾ കൂടി ഇന്ന് മെസ്സി നേടിയാൽ അത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന നേട്ടം തിരിച്ചു പിടിക്കാൻ മെസ്സിക്കാവും. എന്തായാലും ഈ ഒരു ലോകകപ്പ് അവസാന ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് താരത്തിന്റെ. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസാന മത്സരത്തിൽ ഈ ഒരു റെക്കോർഡ് സ്വന്തം പേരിലാക്കിക്കൊണ്ട് തന്നെ മടങ്ങാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ ഒരു ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഗോൾഡൻ ബൂട്ട് മാത്രമാണ് ലിയോണൽ മെസ്സിക്ക് ഇല്ലാത്തത്. അതും കൂടി സ്വന്തമാക്കാൻ വേണ്ടി ഇന്ന് 2 ഗോളുകൾ അടിച്ചു കൂട്ടിയാൽ മാത്രമേ ലിയോണൽ മെസ്സിക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് സ്പെയിനും അതേപോലെ തന്നെ അർജന്റീനയും നിരയും. ഖിലാഫ്, അതേസമയം തന്നെ ഹാഫ് ടൈമിൽ വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് ഫിഫ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്?
തന്നെ 11 മിനിറ്റാണ് ഹാഫ് ടൈം ഷോ ആയിട്ട് ഇപ്പോൾ നിലവിൽ ഫിഫ ക്രമീകരണം നടത്തിയിരിക്കുന്നത്. അതിൽ ഷക്കീറ, മഡോണ, BTS, കോഡ് പ്ലേ അടക്കമുള്ളവർ വലിയ വലിയ താരനിര തന്നെയാണ് എത്തുന്നത്. അത് ഗ്ലോബൽ ഫണ്ട് എഡ്യൂക്കേഷൻ്റെ ഒരു ഓർഗനൈസേഷന് വേണ്ടി ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹാഫ് ടൈം ഷോ നടത്തുന്നത്. അതിൽ ഇത് ആദ്യമായിട്ടാണ് ഫുട്ബോളിൽ ഇങ്ങനെയൊരു പരിപാടി നടത്തുന്നത്. അത് ഏകദേശം IFABയുടെ നിയമം അനുസരിച്ച് 15 മിനിറ്റ് മാത്രമാണ് ഹാഫ് ടൈമിൽ അനുവദിക്കാവൂ. എന്നാൽ ഈ ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ ഒരു സ്റ്റേജ് ഒരുക്കാനും അതേപോലെ തന്നെ സ്റ്റേജ് മാറ്റാനും ഗ്രൗണ്ടിൽ നിന്ന് സാധിക്കില്ല. അതുകൊണ്ട് 17 മുതൽ 20 മിനിറ്റ് വരെ സമയം എടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ വലിയൊരു വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. അത് താരങ്ങളുടെ ഫിസിക്കൽ മെന്റാലിറ്റിയെ ബാധിക്കുമെന്ന രീതിയിലുള്ള വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ശേഷമാണ് ഈ ഒരു പരിപാടിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ഫിഫ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ പ്രീ ക്ലോസിംഗ് സെറമണിയിൽ വൻ താരനിരയാണ് എത്തുന്നത്. അത് ടോം ക്രൂയിസ് അടക്കമുള്ളവർ ഈ ക്ലോസിംഗ് സെറമണിയിൽ ഭാഗമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലിനിഷ.